പറഞ്ഞിട്ടുണ്ട്. അസുഖം ഇതേപോലെ അമ്മയുടെ അസുഖം കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അറിഞ്ഞില്ലേ പറ്റും. അത് നേരത്തെ ഞാൻ പറഞ്ഞു. ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ അവസ്ഥ കൊണ്ട് അവൾ ചോദിച്ചെന്താ അച്ഛൻ, അത് ഞാൻ പറഞ്ഞു അച്ഛൻ എന്തിനാ പേടിക്കുന്നത്, അച്ഛൻ പേടിക്കുന്നൊന്നും വേണ്ട, അമ്മ അച്ഛനല്ലേ എത്തുന്നത്, എന്നെ അച്ഛൻ എടുത്ത് കൊടുക്കണം. അവർക്ക് അവിടെ വരെ അറിയത്തുള്ളൂ. രോഗബാധിതരായ ഭാര്യയും മകളെയും കൂട്ടി വാടക വീട്ടിൽ കഴിയുന്ന അശോക് കുമാറിന് ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. വൃന്ദ മകളുടെ ചികിത്സയ്ക്കായി നമുക്ക് ഓരോരുത്തർക്കും കൈ കോർക്കാം, നമ്മളാൽ കഴിയുന്ന സഹായം നൽകാം. നമസ്കാരം, എൻ്റെ പേര് ആശിഷ്. സുഹൃത്തുക്കളെ, പത്തനംതിട്ട ജില്ലയിൽ പ്രമാടം പഞ്ചായത്തിൽ പുളിമുക്ക് തുഷാര ഭവനിൽ അശോക് കുമാറിൻ്റെ മകൾ വൃന്ദ എം അശോകിന് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗം പിടിപെട്ടിരിക്കുകയാണ്. ഈ മകളുടെ ചികിത്സയ്ക്കായിട്ട് ഏകദേശം 30 ലക്ഷം രൂപയോളം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ മീനുവിനും ഇതേ രോഗം കാരണം തളർച്ച ബാധിച്ച് ചികിത്സയിലാണ്. രോഗബാധിതരായ ഭാര്യയും മകളുമായി വാടക വീട്ടിൽ കഴിയുന്ന അശോക് കുമാറിന് ജോലിക്ക് പോകാൻ പോലും നിവർത്തിയില്ല. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ സാർ, അപ്പം എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഇതിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ചെറിയൊരു 4 വയസ്സാവുന്ന സമയത്ത് അത് കഴിഞ്ഞ ശേഷം കുഴപ്പമില്ല പഠിച്ച് അന്ന് ഇതൊക്കെ ആയി വന്ന ഒരു 18-20 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയ വളർച്ചയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കല്യാണം എന്ന് പറയുന്നത് കുറേ ലേറ്റായപ്പോൾ കല്യാണം എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. നടക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു മുമ്പോട്ട് പൊക്കോണ്ടിരുന്നത്. അങ്ങനെ അത് പ്രഗ്നൻസി ടൈമിന് മുമ്പ് ഒരാൾക്ക് കൊണ്ട് ചെന്നപ്പോഴാണ് ഇത് ട്രീറ്റ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻസി ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ നടക്കാമെന്ന് പറയുന്നത് അതൊക്കെ വലിയ ആയാസപ്പെട്ട കൂടുതലും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇവിടുത്തെ എല്ലാ ഡോക്ടർമാരെയും കേരളത്തിലെ ഡോക്ടർമാരെയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഇതിലും മറ്റൊരു ഈ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞാൽ പോളിയോ വന്നു, അത് കഴിഞ്ഞ് നട്ടന വളവുണ്ടായി, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എല്ലാവരും ആ ഒരു രീതി അവരെല്ലാം തള്ളിക്കളയുന്നത്. അങ്ങനെ കുഞ്ഞിൻ്റെ ഡെലിവറി ആയി. അപ്പോൾ കുഞ്ഞിന് ഈ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് എല്ലാ ഡോക്ടർമാരും ചെയ്യും. ഇത് എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടുപിടിച്ചാലേ പറ്റത്തില്ല. ഇവിടുത്തെ ഒറ്റ ഡോക്ടർമാരത് കണ്ടുപിടിച്ചത്. നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഈ അസുഖം കണ്ടുപിടിക്കാനായിട്ട് ന്യൂറോ മെഡിസിൻ 15 ദിവസം അഡ്മിറ്റ് ആയി. അവർ പറഞ്ഞ പോളിയോ വന്നിട്ട് പോളിയോസിസും വന്ന് നട്ടല് വളർന്നു പോയിട്ട് നടക്കാനായിട്ട് അത്രയും ട്രീറ്റ്മെൻറ്റ് ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അതിനൊപ്പം അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ശേഷം കുറേ നടത്ത ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ KMCC എന്ന് പറഞ്ഞൊരാൾ, മലപ്പുറംകാരൊരാളാണ്, പുള്ളി ഇട്ട വീഡിയോ കൊണ്ടാണ് പോണ്ടിച്ചേരി ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാൻ പോണ്ടിച്ചേരി കൊണ്ട് ചെന്ന് അവിടുത്തെ ട്രീറ്റ്മെൻറ്റുകൾ ഒരുപാട് ടെസ്റ്റുകൾ ഡോക്ടർ അന്നേ പറഞ്ഞ് SMA എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ തുടക്കം അതാണെന്ന് ആ രീതി കണ്ടിട്ട് തോന്നുന്നത്. പക്ഷേ നമുക്ക് ലാസ്റ്റ് ആ ടെസ്റ്റ് ചെയ്യാം. അതിന് ഒരുപാട് ചിലവുണ്ട്. പോണ്ടിച്ചേരി ജിഗ്മറിലാണ് കാണിക്കും. അങ്ങനെ പോണ്ടിച്ചേരിയിലെ ഡോക്ടർ 4 മാസം അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മൂക്കം ടെസ്റ്റ് ചെയ്യണം. ഇത് ജനറ്റിക്കായ ഒരു അസുഖമായതുകൊണ്ട് ചിലപ്പോൾ മൂലയിലേക്ക് വരാം. അങ്ങനെ മൂള ടെസ്റ്റ് ചെയ്തിട്ട് ഈ 30-ആം തീയതിയാണ് അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ 30-ന് പോയി റിസൾട്ട് നോക്കിയപ്പോൾ അതിനെപ്പെട്ട ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് ചെല്ലണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു. റിസൾട്ട് കണ്ടാൽ ഡോക്ടർ പറഞ്ഞുകൊണ്ട് അസുഖത്തിൻ്റെ ആരംഭമാണ്. അവക്കുള്ള ശരീരത്തിൽ നിന്ന് ഒരു ജീവനില്ല. ഒരു ജീവന് കേൾക്കാമെന്നുള്ളതിലൊന്ന് പോയി കഴിഞ്ഞു. അത് തിരിച്ചു പിടിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്. അതിന് 16 കോടി രൂപയാണ് മരുന്നിൻ്റെ വില. മക്കളെ കൊണ്ടത് പറ്റത്തില്ല. എങ്കിലും ഡോക്ടറെ ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന്. അവസ്ഥ അതല്ല, കാരണങ്ങൾ. അങ്ങനെ ഡോക്ടർ പിന്നെ മരുന്ന് കമ്പനിക്കാരോട്ടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് 30 ലക്ഷം രൂപ ചിലവാക്കി. ബാക്കി മരുന്നിൻ്റെ പൈസ ഫ്രീ ആയിട്ട് തരാം. മരുന്ന് ഫ്രീ ആയിട്ട് കുഞ്ഞിന് ചെയ്യാം. ഇത് തരത്തില്ല, ഇത്രയും കൂടി. അപ്പോൾ കുഞ്ഞിന് ഇനി ഒരുപാട് കാലമുണ്ടല്ലോ. നമ്മൾ ഇനിയിപ്പം കാലം എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ പറ്റും. അതിനൊരു മരുന്ന് ഫ്രീ ആയിട്ടാണ്. ഈ 30-ാം തീയതിക്ക് ഇവിടെ അഡ്മിറ്റാണ്. 27-ാം തീയതി അഡ്മിറ്റാണ്. എന്നാലേ നമുക്ക് ഈ ഓഫർ കിട്ടും. അത് ഈ 27-ാം തീയതി ഡോക്ടർ ഓഫ് ദിവസം അന്നുള്ള അഡ്മിറ്റാണ്. 25-ാം തീയതി തിരിക്കണമെന്ന് ഈ 30 ലക്ഷം രൂപയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതാണ് അപ്പം ഇപ്പോൾ നിലവിൽ നേരിടുന്നൊരു പ്രതിസന്ധിയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ കമ്മിറ്റി കൂടി MLA-യുടെ ഇതിലേക്ക് ചെയ്തതിനൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, നോട്ടീസ് ഇതെല്ലാം ആയിട്ടുണ്ട്. എല്ലാം ചെയ്ത് കുറച്ച് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുമുണ്ട്. ഗ്രാമീൺ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് പൈസ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ 30 ലക്ഷം എന്ന് പറഞ്ഞതിൻ്റെ ഒരറ്റം പോലും എത്തിയിട്ടില്ല.
നമ്മുടെ മുമ്പിൽ കുറച്ച് ദിവസമേ കുറച്ച് ദിവസമുള്ളൂ. സമയം വളരെ കുറവാണ്. സമയം വളരെ കുറവാണ്. കുറവെന്ന് പറയുമ്പോൾ ഇന്ന് ഇപ്പോൾ 16 25 ഈ 9 ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്ന് വണ്ടി കിട്ടും. വണ്ടി 9-ാം ദിവസം 25-ാം തീയതി വണ്ടി കയറി 27-ാം തീയതി ഡോക്ടറെ കാണാം. അതായത് 27-ാം നമ്മൾ അഡ്മിറ്റ് ആയാലും ഈ ഓഫറില്ല, കമ്പനി തരത്തില്ല. അത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അത് ഡോക്ടർ റിസ്കില്ലാത്ത ഒപ്പിച്ചത്. ഈ 16 കോടി അവർ തരാമെന്ന് പറയുമ്പോൾ 30 ലക്ഷം നമ്മൾക്ക് ഒത്തില്ലെങ്കിൽ പിന്നെ അവർ ഇതിന് വേണ്ടി നിൽക്കത്തില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോകുക. എല്ലാം നാട്ടുകാരെല്ലാം നമ്മളൊപ്പം ഉണ്ട്. മെമ്പറുണ്ട്, MLA ഉണ്ട്, പഞ്ചായത്ത് എല്ലാ ആളുകളും നമുക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ എന്തായാലും ആവുമെന്നുള്ളതാണ് പ്രതീക്ഷ. പ്രതീക്ഷയോടെയാണ് ഇങ്ങനെ പോകുക. എന്തായാലും 25-ാം തീയതി വണ്ടി കയറണമെന്ന് ചോദിച്ചു വേണ്ടി പോകണമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ നിലവിലെ അവസ്ഥ. ഇപ്പോൾ ഞങ്ങൾ നേരിട്ട് നമ്മൾ ഒരാൾ പറയുന്നതിലുപരി ഇവർ നേരിട്ട് പറയുമ്പം എല്ലാവർക്കും അത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം ചേട്ടാ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ ഇതിനെപ്പറ്റി മോളോട് സംസാരിച്ചിരുന്നു? മോളോട് പറഞ്ഞിട്ടുണ്ട്. അസുഖം ഇതേപോലെ അമ്മയുടെ അസുഖം കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അറിഞ്ഞില്ലേ പറ്റും. അത് നേരത്തെ ഞാൻ പറഞ്ഞു. ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ അവസ്ഥ കൊണ്ട് അവൾ ചോദിച്ചെന്താച്ചാ അത് ഞാൻ പറഞ്ഞു. അച്ഛൻ എന്തിനാ പേടിക്കുന്നത്? അച്ഛൻ പേടിക്കുന്നൊന്നുമല്ല. അമ്മ അച്ഛനല്ലേ എടുക്കുന്നത്, എന്നെ അച്ഛൻ എടുത്തോണ്ട് കൊടുക്കണം. അവർക്ക് അവിടെ വരെ അറിയത്തുള്ളൂ. അപ്പം ഞങ്ങൾ കഴിയുന്ന എല്ലാ സഹായങ്ങളും ദയവായിട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കുക. ഇവരുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കഴിയുന്ന എല്ലാവരും പരമാവധി സഹായിക്കുക. ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക. ഒരുപക്ഷെ അവരിലൂടെ ആയിരിക്കും ഒരു സഹായമെങ്കിലും എത്താൻ പോകുന്നത്. സോ നിങ്ങളെ പറ്റുന്നത് അത് എത്ര ചെറിയ തുകയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മാക്സിമം അവരെ സഹായിക്കുക എന്ന് മാത്രം പറയുകയാണ്.